തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസർ ജോസഫ് മാഷ് അദ്ദേഹത്തിൻ്റെ ബികോം വിദ്യാർത്ഥികൾക്കുള്ള മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഒരു നാടകത്തെ അവലംബമാക്കി ആ നാടകത്തിലെ ഒരു ഡയലോഗ് പഞ്ച്വേഷൻ മാർക്ക് ഇടുക എന്ന നിലയിലേക്ക് കുട്ടികൾക്ക് നൽകുന്നു. അതിൽ പടച്ചവനും മുഹമ്മദും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. മുഹമ്മദ് എന്നൊരു പേര് അവിടെ ഉണ്ടായിരുന്നില്ല നാടകത്തിൽ. അപ്പോൾ ഈ ആളിന്, കഥാപാത്രത്തിന് അദ്ദേഹം തന്നെ ഒരു പേര് കൊടുക്കുന്നു. ആ പേര് ഈ കഥയെഴുത്തുകാരൻ കൂടിയായ PT കുഞ്ഞുമുഹമ്മദിൻ്റെ പേരായിക്കൊള്ളട്ടെ എന്ന നിലയിൽ മുഹമ്മദ് എന്ന ഒരു പേര് ഉപയോഗിക്കുന്നു. ആ പേരുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന ഈ ഡയലോഗ്, അതിൽ മുഹമ്മദിൻ്റെ പേര് വന്നിരിക്കുന്നു എന്ന് ഒരു പെൺകുട്ടി കണ്ടെത്തുകയും അത് അവരവരുടെ അടുത്തടുത്ത ജിഹാദി സമൂഹത്തോട് വിളിച്ചു പറയുകയും ഈ അധ്യാപകൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ കൈ അതിദാരുണമായി മുറിച്ചു നിൽക്കുകയും കാലിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിന് ആഴ്ചകൾക്ക് മുമ്പ് ചുങ്കപ്പാറയിലെ, പത്തനംതിട്ട ജില്ലയിലാണ് ഈ ചുങ്കപ്പാറ, അവിടെ പരേതനായ സാം കോയമ്പത്തൂർ എന്ന ഒരു മനുഷ്യൻ വാലും തലയുമൊന്നുമില്ലാതെ, കാര്യമായ ഒരു ഉള്ളടക്കമോ വിമർശനമോ ഇല്ലാതെ ചിൻവാദ് പാലം എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതുന്നു. ആ ഗ്രന്ഥത്തിൻ്റെ സംക്ഷിപ്തം ഇത്രയേ ഉള്ളൂ: ഖുറാനിലെ അന്ത്യന്യായ വിധിയോട് ബന്ധപ്പെട്ടുള്ള സിറാത്ത് പാലം, അത് ഈ ചിൻവാദ് പാലം എന്നുള്ള ഒരു പേർഷ്യൻ ആശയത്തിൻ്റെ കോപ്പിയടിയാണ് എന്ന നിലയിലെ വിമർശനമാണ്. ആ പ്രശ്നവും മാഷിൻ്റെ കൈവെട്ടലും ഏതാണ്ട് അടുത്തടുത്ത കാലത്ത് സംഭവിക്കുകയും അബ്ദുൽ നാസർ മദനിയെപ്പോലുള്ള ആളുകൾ അതിനെ അപലപിച്ചുകൊണ്ട് എംബോക്കി പ്രൊഫസർ എന്നുമൊക്കെ ഈ ജോസഫ് മാഷിനെ അഭിസംബോധന ചെയ്യുകയും സാം കോയമ്പത്തൂർ എഴുതിയ ആ പുസ്തകത്തെക്കുറിച്ച്, അത് ചുങ്കപ്പാറയിലെ ഈ പുസ്തകം വിറ്റ് അരി വാങ്ങിക്കഴിക്കേണ്ട അവസ്ഥയിലുള്ള പാസ്റ്റർമാരാണെങ്കിലും ശരി, അവരോടൊന്നും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല എന്നും, അങ്ങനെ ഒരു തെളിവായി മുഹമ്മദിൻ്റെ കാലത്ത് മുഹമ്മദിനെ ഏതോ രൂപത്തിൽ വിമർശിച്ച ഒരു മനുഷ്യനെ അയാളുടെ മകൻ തന്നെ തല വെട്ടിത്തെറിപ്പിച്ചെന്നും ഇങ്ങനെയുള്ള താക്കീത് രൂപേണയുള്ള ചില പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിനുശേഷം ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് ഏതാണ്ടൊക്കെ അറുതി വരുമെന്ന് ഈ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചു. ബ്ലാസ്ഫമി നിയമമല്ലാത്ത ഒരു രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് ഭരണഘടന രേഖാമൂലം എഴുതി വച്ചിട്ടുള്ള ഒരു രാജ്യത്ത് തങ്ങൾക്ക് ആരെയും വിമർശിക്കാം, തങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന രൂപേണ ഈ സുഹൃത്തുക്കൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ കാഴ്ചപ്പാടുകളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ കൂടുതൽ ജനകീയമാവുകയും ആളുകൾക്ക് ആശയവിനിമയത്തിന് പുത്തൻ ഉപാധികൾ പല രൂപങ്ങളിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ മുഹമ്മദും ഖുർആനും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഒക്കെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ വെച്ചുകൊണ്ട് ആളുകൾ വിശകലനം ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ നമ്മൾ കണ്ട ചില രാഷ്ട്രീയ കോമഡികളും പറയാതിരുന്നുകൂടാ. നമുക്കറിയാം, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടുമ്പോൾ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു അപലപനമോ ഒരു ചെറുത്തുനിൽപ്പോ ഒന്നും ഉണ്ടായില്ല. മാഷിനെ അവരും കൈവിടുന്ന ഒരു നിലയാണ് അപ്പോഴുണ്ടായത്. ഏതായാലും അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ MA ബേബി പറഞ്ഞത്, വിദ്യാഭ്യാസമുള്ളവരിലും കുറേ മണ്ടന്മാരുണ്ട്, അത്തരത്തിൽ ഒരു വിവരദോഷിയാണ് പ്രൊഫസർ ജോസഫ് എന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികൾ, ഉന്നത കോടതികൾ തന്നെ ബേബിയുടെ വാക്കിനേക്കാൾ ജോസഫ് മാഷിൻ്റെ കാഴ്ചപ്പാടായിരുന്നു ശരി എന്ന നിലപാട് കൈക്കൊള്ളുകയും അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് നിരുപാധികം ഉത്തരവിടുകയും അദ്ദേഹത്തിൻ്റെ കൈവെട്ടി പരിക്കേൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന നിരാശയ്ക്ക് ആധാരമായ സംഭവങ്ങളൊക്കെ അടിച്ചുവിട്ട തീവ്രവാദികളെ കൃത്യമായി തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും ഉത്തരവുണ്ടായി. അപ്പോൾ നീതിപീഠത്തിൻ്റെ വാക്കുകളെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ടാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗവുമൊക്കെയായ സഖാവ് MA ബേബിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുമൊക്കെ ഒരു നിലപാട് കൈക്കൊണ്ടത്.
ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഇവരെ നയിച്ച ഘടകം കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മതന്യൂനപക്ഷങ്ങളിൽ പ്രബലമായ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അതിൻ്റെ വികാരപരമായ തലങ്ങളിൽ തന്നെ സ്വാന്തനപ്പെടുത്തിയും അത് കുറേ കൂടി വലുതാണെങ്കിൽ പോലും അതിനെ ഇങ്ങനെ പ്രീണിപ്പിച്ചും സുഖിപ്പിച്ചും പോകാമെന്നുള്ള ഒരടവ് തന്ത്രം ഇടത് വലത് മുന്നണികൾ ഓരോ കാലഘട്ടത്തിലും കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികളായി ഈ സമൂഹത്തെ പ്രതികരിച്ചു വരുന്നവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ വേണ്ട പ്രോത്സാഹനവും ചെയ്തു. റബ്ബ് മന്ത്രിയായിരിക്കുകയാണ് പച്ചക്കപ്പ്, അധ്യാപികമാർക്ക് പച്ചസാരി, ഇങ്ങനെ എന്തെല്ലാം വിക്രിയകൾ നമ്മൾ ആ കാലത്ത് കണ്ടു. ഇനി ഇതിനുശേഷം ശ്രീ ജലീൽ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മന്ത്രിയുമൊക്കെ ആയിരുന്ന കാലത്ത് ഈ ന്യൂനപക്ഷ അവർക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച കോർപ്പറേഷനിലും അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും സ്വന്തം സമുദായത്തെ ഏറ്റവും ന്യായരഹിതമായി എങ്ങനെ തിരികെ കയറ്റാം എന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ചില കളികളും ഇന്ന് വളരെ പ്രസിദ്ധമാണ്. അതിനെയും അന്നത്തെ ഭരണകൂടം പ്രീണിപ്പിക്കുകയോ അത് കണ്ടില്ല എന്ന് നടിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ കുറേ കൂടി വിശാലമാക്കിക്കൊണ്ട് ഇത്തരം ജിഹാദികൾക്ക്, മതപരമായ സങ്കുചിത മനോഭാവമുള്ള തീവ്രവാദികൾക്ക് നുഴഞ്ഞു കടക്കാൻ പാകത്തിന് ഒരു പാലമിട്ടുകൊണ്ട് അവരെ പരോക്ഷമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇത്തരം പാർട്ടികൾ അവരുടെ ഹൃദയം വല്ലാതെ അങ്ങ് വിശാലമാക്കി. പരിണിതഫലമായിട്ട് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ പലരും സഖാക്കളായി പെട്ടെന്ന് പരിവർത്തനം ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൂടെ തെരുവിലൂടെ കുന്തിരിക്കം വാങ്ങി കരുതി വെച്ചോളൂ, അരിയും മലരും വീട്ടിൽ കരുതി വെച്ചോളൂ എന്ന് ഒരു പിഞ്ചോമനയെ കൊണ്ട് പൊതുവഴിയിലൂടെ ഇത്രയും ഭീകരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നടത്തുന്ന താക്കീതുകളെ നമ്മൾ കണ്ടു. ഇതിനോടൊന്നും കാര്യക്ഷമതയുള്ള ഒരു നിലപാടോ ഒരു നടപടിയോ സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന പോലീസിൻ്റെ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടു. എന്നാൽ ഉദ്ദേശിച്ച വല്ല പ്രയോജനവും ഇതുകൊണ്ടുണ്ടായില്ല എന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ഇടതുമുന്നണിക്ക് ഗംഭീരമായി അടിതെറ്റി കാര്യമായ ഒരു മേധാവിത്വം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലേക്കാൾ അവരുടെ നില വളരെ പരുങ്ങലിലാക്കുകയും അവരുടെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഘടനകൾ SNDP പോലെയുള്ള പിന്നോക്ക സമൂഹങ്ങളും അതിൻ്റെ കൂടെ വരുന്ന ഇതര സമുദായങ്ങളുമൊക്കെ തന്നെ പാർട്ടിയെ കൈവിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചില സൂചനകളും വന്നു. അപ്പോൾ സംഭവിച്ചെന്താണ്? അവർ പ്രീണിപ്പിക്കാൻ ആഗ്രഹിച്ച ഇസ്ലാം മത സമൂഹങ്ങളിലെ സംഘടനകളിൽ നിന്നോ സമുദായത്തിൽ നിന്നോ അവർ പ്രതീക്ഷിച്ച ഒരു വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് മതേതരത്വരഹിതമായ മനോഭാവം അവർ പുലർത്തി എന്നുള്ള കാഴ്ചപ്പാടുകൊണ്ട് സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം ചവിട്ടടിയിലെ മണ്ണ് ഒലിച്ചുപോയി എന്നും സമീപകാല വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് എല്ലാം ഒന്ന് ശ്രമിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു ഹോംവർക്കിൻ്റെ പാതയിലാണ്, ഒരു പുനഃപരിശോധനയുടെ പാതയിലാണ്. അവരത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. തെറ്റുതിരുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. തെറ്റുതിരുത്തും എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിർണായകമായ ചില സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നിയമസഭയുടെ ശൂന്യവേളയിൽ ചോദ്യങ്ങളും ചർച്ചകളുമൊക്കെ അനുവദിക്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് വെള്ളിയാഴ്ച അത് ഏതാണ്ടൊക്കെ നിർത്തിവെക്കുന്ന നിലയിലേക്ക് ഒരു ബഹുമാനപ്പെട്ട സ്പീക്കർ കടന്നു പോകുന്ന കാഴ്ചകൾ. അദ്ദേഹം തന്നെയാണ് ഗണപതി വിത്താണെന്നും അള്ളാഹു മുത്താണെന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മുഹമ്മദ് നബിയും ഖുറാനുമൊക്കെ സ്നേഹത്തിൻ്റെ ആഴമേറിയ ചിന്തകളാണെന്നുമൊക്കെ ഇത്തരം ആളുകൾ, വിദ്യാഭ്യാസവും വിവേകമൊക്കെയുള്ള ആളുകൾ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇവരാരും ഇത് പഠിച്ചിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം പറയാതിരിക്കാൻ തരമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ തൊടുപുഴയിൽ നിന്ന് അധികം അകലെയല്ലാതെ മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിലേക്ക് ഇത്തരം ജിഹാദികൾ ഒരു പുതിയ അജണ്ടയുമായി രംഗപ്രവേശം ചെയ്യുന്നു. എന്താണ് ഈ അജണ്ട? ഈ കോളേജിൽ അവർക്ക് ഒരു പ്രാർത്ഥനാ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. അതൊരു ന്യായമായ കാര്യമല്ലേ എന്ന് ആർക്കും തോന്നും. അതിന് കാരണം ഇത്തരം കുറേ കുട്ടികൾ മതഭക്തരായ ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ചർച്ചകൾ ഏതാണ്ട് സജീവമായി. ഇതൊന്നും അങ്ങനെ ചർച്ച ചെയ്യാനുള്ള ധൈര്യം നമ്മളുടെ മാപ്രകൾക്കോ അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കോ ഇല്ല. ആരാണ് ഇതൊക്കെ ഒന്ന് ചർച്ചക്കെടുക്കുക? അത്
ഇസ്ലാം സമൂഹം ഒഴിച്ച് വേറെ ആരെങ്കിലും പക്ഷത്താണ് ഇങ്ങനൊരു പ്രശ്നമെങ്കിൽ അത്യാവശ്യത്തോടെ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ, മറുവശത്ത് ഇസ്ലാമാണെങ്കിൽ ഒരുതരം ഭയം അവരെ അലട്ടുന്നു. അത് പറയാതിരിക്കാൻ തരയില്ല. അതുകൊണ്ട് അവർ ലാഭം അതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അവർ പെട്ടെന്ന് ഈ ചർച്ചയിൽ നിന്ന് പുറകോട്ട് പോകും. കാര്യമായിട്ടൊന്നും എടുക്കില്ല. ഇതാണ് സ്ഥിതി. ഇനി ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഇവർക്കൊരു പ്രാർത്ഥനാ സൗകര്യം ചെയ്താൽ പോരെ എന്ന ന്യായമായി ചോദിക്കുന്ന ബുദ്ധിജീവികളും നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. എന്നാൽ വസ്തുത അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം, അതൊരു മതന്യൂനപക്ഷത്തിൻ്റെ സ്ഥാപനമാണ്. കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഒരു മതസമൂഹം നടത്തി വരുന്ന എയ്ഡഡ് കോളേജാണ്. ആ എയ്ഡഡ് കോളേജിൽ എന്താണ് നടക്കേണ്ടത് എന്ന് 2 ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ഒരു നിബന്ധന പുറത്തു വരാവൂ. ഒന്ന്, ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള കത്തോലിക്ക സഭ. 2, അധ്യാപകർക്കും അവിടുത്തെ സ്റ്റാഫിനുമൊക്കെ ശമ്പളം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഗവൺമെൻറ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനോടാണ് ഇവർ ആവശ്യപ്പെടേണ്ടത്. കാരണം കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല. ഗവൺമെൻറ് അവിടെ മാത്രമല്ല നടപ്പിലാക്കേണ്ടത്. കത്തോലിക്ക സഭയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ മോസ്ക് അല്ലെങ്കിൽ നിസ്കരിക്കാൻ അവസരം കൊടുക്കണമോ എന്നുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അങ്ങ് എടുത്താൽ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇതിൽ എന്തെങ്കിലും വിധത്തിൽ ഒരു മറുവാക്ക് പറയാൻ കെൽപ്പുള്ള ആരും ഇന്ന് നിയമസഭയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാര്യം, ഈ പ്രീണനത്തിൻ്റെ സുഖം അനുഭവിച്ചു പോരുന്നൊരു ജനത്തിന് അത് അല്പം അയവ് വന്നാൽ തങ്ങളോട് പിണങ്ങിയെന്ന് തോന്നും. അതുകൊണ്ട് അവരെ ഇങ്ങനെ സുഖിപ്പിച്ച് നിർത്താൻ കിട്ടുന്ന ഒരവസരം ഇത്തരം ആളുകൾ കളയാറില്ല. ഇതാണൊരു കാര്യം. ഇനി ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം, അന്നത്തെ കത്തോലിക്ക സഭയിൽ നിന്ന് ഇന്നത്തെ കത്തോലിക്ക സഭ ഏറെ മാറിക്കഴിഞ്ഞു. അവർക്ക് തങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അതിനിടയിൽ ഇത്തരം ക്രൈസ്തവ സഭകൾക്കിടയിൽ രൂപപ്പെട്ട കാസ പോലെയുള്ള സംഘടനകളുണ്ട്. കർശനമായ നിലപാടോടെ അവരും രംഗത്തുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിരോധങ്ങൾ ചിലർക്ക് ദുർബലമായി തോന്നുമെങ്കിലും അതിനെയൊക്കെ അങ്ങനെ അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനമൊന്നും എടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സമരം നടത്താനും അത് വിജയിപ്പിച്ചെടുക്കാനുമുള്ള ത്രാണി ഏതായാലും ജിഹാദികൾക്കില്ല. ഇങ്ങനെ അമിതമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജിഹാദികൾക്ക് എന്തു വരുമെന്നും 2040 ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ വീമ്പിളക്കിയ ആളുകളൊക്കെ ഇന്ന് കൃത്യമായി എത്തേണ്ട ഇടത്ത് എത്തിയിട്ടുണ്ട്. അതും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇപ്പോൾ ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ താല്പര്യം, അതിനൊത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങളെ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകൾ ചോദ്യങ്ങളോടൊന്നും മറുപടി പറയാറില്ല. അവരവരുടെ താല്പര്യം ഉന്നയിച്ച് പോകാറേ ഉള്ളൂ. നിങ്ങൾ കേട്ടോ, ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം സംഘടനകൾ ഇതേക്കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞു കേട്ടോ? അതിൻ്റെ അർത്ഥം ഈ മൗനം വഴി അവർ ഈ ആശയം ശരിയാണെന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഈ കൂടെ എൻ്റെ ഓർമ്മയിൽ ഓടി വന്ന ഒരു കാര്യം കൂടി പറയാം. കോതമംഗലത്ത് ഇതുപോലെ തന്നെ യാക്കോബായ സഭയുടെ ഉത്തരവാദിത്തത്തിലും ഉടമസ്ഥയിലും ഒരു ഹോസ്പിറ്റലുണ്ട്. വളരെ പ്രസിദ്ധമാണല്ലോ. അവിടെ ഈ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യം ഒരു അച്ഛൻ അനുവദിച്ചു കൊടുത്തു. ക്രമേണ അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ലാതായി. അവിടേക്ക് വന്ന് ഇത്തരം ഉസ്താദന്മാർ കുത്തിയിരിപ്പ് തുടങ്ങി. അത്രയിട വിശദമായി സൂക്ഷിക്കേണ്ടതാണ്. അവിടേക്ക് അന്യർക്കാർക്കും പ്രവേശനമില്ല എന്ന നിലയിലേക്ക് ഒരു പ്രത്യേക നിലയിലുള്ള അധികാരാവകാശമൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിനകത്ത് ഒരു മോസ്ക് അങ്ങനെ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഏതായാലും പിന്നീട് വന്ന പുരോഹിതന് ഈ അപകടം ബോധ്യപ്പെട്ടു. അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം അതൊക്കെ ഒഴിവാക്കി, അതൊക്കെ നീക്കം ചെയ്തു. ഇത് കേട്ടാൽ നമ്മൾ ഓർക്കൊന്ന് പ്രാർത്ഥിക്കാൻ 10 പേര് കൂടുന്നിടത്ത് ഇതിനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണം. അത് കേവലം ഒരു പ്രാർത്ഥനയല്ല. എന്താണ് ആ സ്ഥാപനത്തിരുന്ന് പ്രാർത്ഥിക്കുന്നറിയണ്ടേ? അതെന്ന് പറയുന്നത് വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വെച്ചാൽ ഇവർക്ക് ഈ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത കത്തോലിക്ക സഭയുടെയും യാക്കോബാ സഭയുടെയും ഇതര ക്രിസ്ത്യാനികളെയും വിളിക്കുന്ന പേരുകളിലൊന്നാണ് ഈ വഴിപിഴച്ചവർ. ഈ വഴിപിഴച്ചവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ വഴിപിഴച്ചവരോട് പറയുകയാണ്, ഞങ്ങളുടെ അവകാശം ഒന്ന് സാധിച്ചതാണ്, ഞങ്ങളെ ഇവിടേക്കൊന്ന് ഇരുത്ത്. അപ്പോൾ ബാങ്ക് വിളിയാണെങ്കിലും ഫാത്തിക ഓതുന്നതാണെങ്കിലും അവിടെയെല്ലാം യഹൂദരെയും ക്രൈസ്തവരെയും വഴിപിഴച്ചവരെന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതർക്കൊക്കെ ഇത് പറയാം. ഇതുപോലെ തന്നെ ഉയരുന്ന ഒരു ബദൽ ചോദ്യമുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ബദൽ ചോദ്യങ്ങളെ ഇവർ അഡ്രസ്സ് ചെയ്യാറില്ല. എന്താണത്? ഇതേ സൗകര്യം നിങ്ങൾ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ കൊടുക്കുമോ? MESൻ്റെ ഉടമസ്ഥതയിലുള്ള നിരവധി കോളേജുകളുണ്ടല്ലോ. ബഹുമാനായ ഫസൽ ഗഫൂർ അവർ അതിൻ്റെ മേധാവിയാണല്ലോ. അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം തന്ത്രപൂർവ്വം ഈ രാഹുൽ ഈശ്വരെ പോലൊക്കെ മറുപടി പറയുന്ന ഒരാളാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനൊക്കെ ഉള്ള ചില താല്പര്യങ്ങൾ അടുത്ത കാലത്ത് പുറത്തു വന്നതാണ് അത്തരം വീഡിയോകൾ. അപ്പോൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങോട്ട് ഇതര മതസ്ഥർ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാറുമില്ല. അവർക്കതിൽ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ താല്പര്യം ഉന്നയിച്ചു പോകും. എന്താണ് എൻ്റെ കാരണം? എൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ഇത്
സമത്വവും സാഹോദര്യമൊക്കെ നിലനിൽക്കേണ്ട ഒരു സ്ഥലമാണ്. ഒരാളുടെ ഒരു സമൂഹം അവർ സ്വതന്ത്രമായി കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ആര് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, ഇതൊന്നൊരു വിഷയമല്ല. നിങ്ങൾക്ക് ആരാധിക്കാൻ നിങ്ങളാണ് സൗകര്യം കണ്ടെത്തേണ്ടത്. അത് ആ സ്ഥാപനത്തിൻ്റെ ആവശ്യമല്ല. അത് നിങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്തണം, സ്വന്തം ഇടങ്ങളിൽ കണ്ടെത്തണം. ഒരു കാലത്ത് ഈ വെള്ളിയാഴ്ചകളിലൊക്കെ ഔദ്യോഗികമായിട്ട് അവധിയായിരുന്നു ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ. ഞായർ ക്രൈസ്തവർ ആരാധിക്കുന്ന ദിവസമാണ്, അന്ന് അവർക്ക് അവധിയൊന്നുമില്ല. അപ്പോൾ അതിനൊറ്റ വഴിയുള്ളൂ, ആരെങ്കിലും ഞങ്ങൾക്ക് ഞായർ അവധി വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടം വിട്ടു പോകും, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ ഈ രാജ്യത്തിനൊരു നിയമമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു കോളേജിനൊരു നിയമമുണ്ട്, ആ സംഘടനയ്ക്കൊരു ചിട്ടയുണ്ട്. അതിനെ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക വഴി താമസം വിന നിർമ്മല കോളേജിൽ ഒരു മോസ്ക് ഉയരും. അവിടേക്ക് ഈ കാര്യാദികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട മതചിന്തകർ വരും. ചുരുക്കത്തിൽ അവിടെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ അത് ഈ വിശാലമായ ഒരു രാജ്യത്തിനകത്തെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് പോലെ അതിനകത്തത് തുടരും. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും അവിടുന്ന് ഇതൊന്നും മാറ്റാൻ കഴിയില്ല. കാലക്രമേണ അതൊരു ബാബറി മസ്ജിദ് തർക്കം പോലെ ഉടലെടുക്കും. പള്ളിക്കകത്തിയതാ ഒരു മോസ്ക്, ഈ രൂപത്തിലൊക്കെ വരും. ഇവിടെയാണ് ചോദിക്കുന്നത്, ഫാറൂഖ് കോളേജിൽ ഇത് അനുവദിക്കുമോ? അന്യമതസ്ഥർക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രം, അവിടെ ഹിന്ദുക്കൾക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രം അനുവദിക്കുമോ? അവിടെ മറ്റിതര മതസ്ഥർക്ക്, ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രാർത്ഥനാ കേന്ദ്രം അനുവദിക്കുമോ? നിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? ഇത്തരം രാജ്യങ്ങളിലേക്ക് ചെല്ലുക. ഇന്ന് ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ, മറ്റ് രാജ്യങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ട്, അറബി രാജ്യങ്ങൾ. എന്നാൽ ആകത്തുകയിലെടുത്താൽ നമ്മൾ ദിമ്മിച്ചൂടെന്ന് പറഞ്ഞ ഒരു പരിപാടി ചരിത്രത്തിൽ കാണുന്നുണ്ട്. ദിമ്മിവൽക്കരിക്കുക. അവർക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ ഇതര മതസ്ഥർ ജസിയ എന്ന കപ്പം കൊടുക്കണം. തങ്ങളുടെ അധ്വാനത്തിൻ്റെ നല്ലൊരു ഭാഗം കപ്പം കൊടുക്കുകയും ഇവരുടെ വീടുകളെക്കാൾ വലിയ വീടുകൾ വെക്കാൻ പാടില്ല, വലിയ ആ പള്ളികൾക്ക് മീതെ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് രാജ്യത്ത്. ആ രാജ്യത്ത് പോയിട്ട് ആളുകൾ ഉപജീവനാർത്ഥം പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ആ നിയമങ്ങളെ അനുസരിച്ച് അവിടെ പോകാനേ കഴിയുള്ളൂ. എന്നതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ അതൊരു കത്തോലിക്ക മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനം, അവിടെ കൃത്യം പോയിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ എന്നുള്ള ഒരു വ്യഗ്രതയ്ക്ക് പിന്നിലെ ചേതോവികാരം സർവ്വലോകത്തിൻ്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള താല്പര്യമൊന്നുമല്ല. അങ്ങനെയുള്ളൊരു സമരം ചെയ്താണോ ഇതിൻ്റെ അവസരങ്ങൾ കണ്ടെത്തുന്നത്? നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, ജിഹാദികളുടെ ഒരു താല്പര്യമാണ് ഐക്കണോക്ലാസം എന്ന് പറഞ്ഞാൽ ഈ ബിംബങ്ങളെ തച്ചുടക്കുക, അന്യ ആരാധന കേന്ദ്രങ്ങളെ മുഴുവൻ തച്ചുടച്ചിട്ട് അത് സ്വന്തമാക്കുക, അല്ലെങ്കിൽ മാറിയൊരു പള്ളി പണിയുക, മാറിയൊരു സ്ഥാപനം ഉണ്ടാക്കുക എന്നതിനേക്കാൾ അവർക്കിഷ്ടം നിലവിലുള്ളൊരു സ്ഥാപനം പൊളിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഒരെണ്ണം വെക്കുക. അപ്പോൾ ഒരു സാഡിസ്റ്റ് സുഖം അവരനുഭവിക്കുന്നു. അതുകൊണ്ടാണ് എവിടെയെങ്കിലും മോസ്ക് ഇങ്ങനെ പിടിച്ചെടുത്ത് ആളുകൾ അമ്പലം പണിതാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ മോസ്ക് പിടിച്ചെടുത്ത് ഒരു കുരിശടി അതിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുക, അതിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചാൽ മതി. അങ്ങനെ ഇവരുടെ സ്ഥലം കാണും പിടിച്ചെടുത്ത്, അങ്ങനെയൊന്നും ആരും പോവില്ല. കാരണം ഈ ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെ സംഘർഷം ഉണ്ടാക്കി സംഭവിക്കേണ്ടതൊന്നുമില്ല. അതിനൊരു ഡിവോഷനില്ല, അതിനൊരു ഏകാഗ്രതയൊക്കെ ഇല്ലേ. അത് അന്യൻ്റെ അധ്വാനത്തിലോ അന്യൻ കഷ്ടപ്പെട്ടതോ എനിക്ക് സ്വന്തമാക്കിയിട്ട് ഇങ്ങനെ ആരാധിക്കണമെന്നുള്ളൊരു ചിന്ത എത്രമാത്രം സാഡിസ്റ്റ് ബോധമുള്ളതാണെന്ന് നിങ്ങൾ കരുതുക. സമാധാനമാണ്, കാരുണ്യമാണെന്നൊക്കെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇതാ ഒരു പ്രിൻസിപ്പിളിനെ തടഞ്ഞു വെക്കുക, അതിന് വിദ്യാർത്ഥി ഐക്യം എന്നൊക്കെ പേരിടുക. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും ഐക്യപ്പെട്ടിട്ടുണ്ടോ? ആ സ്ഥാപനത്തിലെ കത്തോലിക്ക വിദ്യാർത്ഥികൾ ആ കൂടെ ഉണ്ടോ? ക്രൈസ്തവ വിദ്യാർത്ഥികൾ ആ കൂടെ ഉണ്ടോ? ഹൈന്ദവ വിദ്യാർത്ഥികളുടെ പിന്തുണ ആ കാര്യത്തിലുണ്ടോ? കാരണം ഇത് മതപരമായ ഒരാവശ്യമാണ്. മതപരമായൊരാവശ്യം സ്വന്തം നിലയിലാണ് ആളുകൾ കണ്ടെത്തേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പുത്തൻ സംഘർഷം ഉണ്ടാക്കണം. എന്തിനാണ് ആ സംഘർഷം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, താരതമ്യേന നന്നായി പോകുന്ന സ്ഥാപനങ്ങളാണ് കത്തോലിക്ക സഭയുടെ കീഴിലുള്ളത്. അവർ അത് വളരെ ഭംഗിയായും ചിട്ടയായും കൊണ്ടുപോകും. അവിടുത്തെ അച്ചടക്കം വളരെ പ്രസിദ്ധമാണ്. ഈ നിർമ്മല കോളേജ് വളരെ പേരുള്ള ഒരു സ്ഥാപനമാണ്. ഞാൻ ദീർഘകാലം മൂവാറ്റുപുഴയിൽ വസിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പുരോഹിതന്മാരായ നിരവധി സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അവിടെ നിർമ്മല സ്കൂളുണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്ന സ്ഥാപനമാണ്. എനിക്കൊന്ന് നിർമ്മല സ്കൂൾ ഗേൾസ് ഉള്ളിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുള്ള ഒരിടത്ത് അത് സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുള്ള ഇടത്ത് ഞങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയാൽ ഇതൊക്കെ ഒരു അഡ്മിഷൻ ഒക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഇവിടേക്ക് സംഘർഷ കാലാവസ്ഥ ഉള്ളിടത്തേക്ക് കുട്ടികളെ അയക്കാൻ പേരൻസിന് ഭയം വരും. ഇതാണ് ഇതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം. നിങ്ങൾക്കത് പിടികിട്ടി കാണത്തില്ല അധികം പേർക്ക്. അതായത് ഇങ്ങനെ ഇത് നിസ്സാരമായൊരു സംഘർഷമല്ല, അതിനൊക്കെ അപ്പുറത്താണ് അതിൻ്റെ റേഞ്ച്. കാരണം കൈവെട്ടിയും തലവെട്ടിയും കണക്ക് തീർക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ പോകുന്ന ഒരു ഇത്തരത്തിലെ വികൃതമായ ബോധമുള്ള തീവ്രവാദമാണ് അപ്പുറത്ത്. ഈ കുട്ടികൾ ഏതായാലും മുൻകൈ എടുത്തത് ചെയ്യല്ല. അവരുടെ ഉള്ളിലും ഈ തീവ്രവാദ ബോധമൊക്കെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുമെങ്കിലും അന്യമതസ്ഥരെ വിദ്വേഷിക്കാനൊക്കെ പഠിപ്പിക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിന്ത മറ്റൊന്നാണ്. ആ ചിന്ത എന്താണ്?
എങ്ങനെയും ഇതിനകത്തൊരു സംഘർഷം ഉണ്ടാക്കുക. എന്നിട്ട് ഈ നിർമ്മല കോളേജിൽ പുതുതായി തുടങ്ങുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്. അവിടുത്തെ സ്വാശ്രയ കോഴ്സുകളും മറ്റു പല കോഴ്സുകളുണ്ട്. ഒരു മത്സരക്കമ്പോളത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ മത്സരക്കമ്പോളത്തിൽ ഇവരുടെ നിലവാരത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പുതിയ കുട്ടികളെ അങ്ങോട്ട് അയക്കാൻ ജാതിമത ഭേദമന്യേ മാതാപിതാക്കൾക്ക് പ്രയാസമാവും. നിങ്ങളുടെ മക്കളെ ഈ പ്രയാസമുള്ളിടത്തേക്ക് വിടുമോ? അതൊരു സമരമല്ലത്. മറിച്ച് ഒരു മതചിഹ്നം മുമ്പിൽ വെച്ചിട്ട് ആധ്യാത്മികത അതിൽ കലർത്തിയിട്ട് തീവ്രവാദം അതിൻ്റെ മുഖമുദ്രയാക്കി മാറ്റിയിട്ട് ഒരു പ്രിൻസിപ്പലിനെ പൂട്ടിയിടുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഏതായാലും ഇക്കാര്യം ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും മതേതരത്വ ബോധമുള്ള സമൂഹം ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ സമൂഹവും ആവശ്യപ്പെടുന്നതൊക്കെ ഇതര സമൂഹം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായിത്തീരും. അതുകൊണ്ട് പ്രീണിപ്പിക്കുന്ന, അവരെ പിന്നിൽ നിന്ന് സന്തോഷിപ്പിക്കുന്ന കരങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ട ഒരു കാലം വരും. നമ്മുടെ ഇടയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏതാണ്ട് അറ്റുപോയിക്കൊണ്ടേയിരിക്കുന്ന ആ ശേഷിക്കുന്ന മതസൗഹാർദ്ദത്തിനും സ്നേഹത്തിനും മാനവികതയ്ക്കും മുറിവേൽക്കാനേ ഇത്തരം ഭീകരത കൊണ്ട് ഏതെങ്കിലും സാഹചര്യത്താൽ അവസരമുണ്ടാവൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു ജോസഫ് മാഷ് ഉണ്ടാകാതിരിക്കട്ടെ, ഇനി ഒരു അരിയും മലരും കുന്തിരിക്കത്തിൻ്റെയും പ്രകടനം ഇവിടെ കാണാതിരിക്കട്ടെ. ഇനിയും ഇത്തരത്തിൽ തീവ്രവാദങ്ങൾ കോയമ്പത്തൂരിലും മറ്റ് പലയിടങ്ങളിലും ബാംഗ്ലൂരിലും അതുപോലെ ഒക്കെ നടന്ന തീവ്രവാദ സ്വഭാവമുള്ള മതബോധവും ആ ചിന്തയും നമുക്ക് ജാതിമത ഭേദമന്യേ നമുക്കിടയിൽ നിന്ന് നിരാകരിക്കേണ്ടതുണ്ട്. ഒരു പുത്തൻ മാനവികതയുടെ ദർശനത്തിൽ നിലവിലുള്ള ഭരണഘടനയ്ക്ക് വിധേയരായി ജീവിക്കാനുള്ള നമ്മുടെ എല്ലാം ബാധ്യത ഏറ്റെടുക്കാൻ ഈ സാഹചര്യം നമ്മെ പ്രേരിപ്പിക്കട്ടെ. വിചിന്തനത്തിന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിലെ ജിഹാദി താൽപ്പര്യങ്ങൾക്കും ഭീകരതയ്ക്കും നിന്നുകൊടുക്കാൻ ഇടവരാത്ത കനത്ത ചെറുത്തുനിൽപ്പ്, ആശയപരമായ ചെറുത്തുനിൽപ്പ്, അതിനുള്ള പ്രാപ്തി ആ പ്രസ്ഥാനത്തിനുണ്ടാവട്ടെ. ബഹുജനങ്ങൾ ജാതിമത ഭേദമന്യേ ഈ ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പാതയിൽ ഇത്തരം ബാലിശമായ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും മതപരമായ വലിയ ഭീകര അജണ്ടകളുള്ള ഈ ചിന്തകൾക്ക് പിന്നിൽ നിൽക്കരുത്. നമുക്ക് വിവേചനവും വിവേകവുമൊക്കെ ഉണ്ടാകണം എന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.